വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് നമ്മളുള്ളത് സ്കോട്ട്ലൻഡിലാണ്. എൻ്റെ കൂട്ടത്തിൽ ആരൊക്കെയാണ് ഉള്ളത് നമുക്ക് നോക്കാം. ഹായ് സാൻഡ്ര, ഹായ് മറിയു, ഹായ് അശ്വി, ഹായ് ചോട്ടു. ഞങ്ങൾ എല്ലാവരും കൂടി ഇന്ന് സ്കോട്ട്ലൻഡിൽ ഞങ്ങൾ ട്രക്കിങ്ങിന് പോവാണ്. നമ്മൾ പോകുന്നത് ബെൻ ആൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പം അതിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ആ പോകുന്ന വഴിയിൽ ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഗോ. നമ്മൾ ജസ്റ്റ് വണ്ടിക്ക് കാറ്റടിക്കാൻ വേണ്ടി നിർത്തിയതായിരുന്നു. ഇപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഇവിടെ ഒരു ലേക്കിന്റെ സൈഡിൽ ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ നിൽക്കുന്നത് ഇപ്പം ലോക്ക് വെനാക്കർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ആക്ച്വലി ഇത് ട്രൊസാക്സ് നാഷണൽ പാർക്കിന് കീഴിൽ വരുന്ന ഒരു ലേക്കാണ്. ലോക്ക് എന്ന് വെച്ചാൽ ലേക്കും ബെൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹില്ലുമാണ്. സാധാരണ ഇവിടെ കൂടുതൽ നമ്മൾ ബെൻ നെവേസ്, ബെൻ ആൻ അങ്ങനെ പല സ്ഥലങ്ങളുണ്ട്. അതുപോലെ തന്നെ ലോക്ക് ലമോണ്ട്, ലോക്കാർഡ് അങ്ങനെ ലേക്കിനെ വെച്ചിട്ടുള്ള പല സ്ഥലങ്ങളുണ്ട്. അപ്പം ഇപ്പം നമ്മൾ നിൽക്കുന്നത് ലോക്ക് വെനാക്കറിലാണ്. ഇവിടെ ഒത്തിരി പേര് ക്യാമ്പ് ചെയ്യാനും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ ക്യാമ്പ് ചെയ്യണമെങ്കിൽ ഇതൊരു നാഷണൽ പാർക്കിന് കീഴിലായതുകൊണ്ട് നമുക്ക് പെർമിറ്റ് വേണം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാം. അങ്ങനെ ഞങ്ങൾ ബെന്നാനിലെത്തി. ഈ ബെന്നാൻ ഹിൽ ട്രക്കിംഗ് എന്ന് പറഞ്ഞാൽ ഏകദേശം 4.5 മൈൽസ് റൗണ്ട് ട്രിപ്പാണുള്ളത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. വെരി സ്റ്റീപ്പ് കയറ്റമാണുള്ളത് അല്ലേ? നമ്മൾ കയറുന്നത് 80% മുകളിലേക്കുള്ള ഒരു കുത്തനെയുള്ള കയറ്റത്തിലാണ്. ഗായ്സ്, നമ്മൾ ബെന്നാൻ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ആക്ച്വലി കുറച്ചു മുന്നേ മഴ പെയ്തായിരുന്നു, അതുകൊണ്ട് ഞാൻ ജാക്കറ്റ് എടുത്തു. പക്ഷെ ഇപ്പോൾ വീണ്ടും വെയിൽ വന്നതുകൊണ്ട് നല്ല ചൂടാണ്. 80% നല്ല സ്റ്റീപ്പായിട്ടുള്ള കയറ്റമാണ്. അതെ, 80% കായ്ക്കുന്ന മരം പനം. അറിയ അങ്ങ് താഴ്ന്നു വരുന്നുള്ളൂ. ഹലോ, മടുത്തോ സാൻഡ്ര? അശ്വിൻ മടുത്തോ? അവിടെ ഒരു പാലമുണ്ട്. നമ്മൾ ഫുൾ എത്തിയിട്ടില്ല, ബട്ട് സ്റ്റിൽ ഇവിടെ നിന്നുള്ള വ്യൂ കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അവിടെ നമുക്ക് ആ ലേക്ക് കാണാം. ആക്ച്വലി നമുക്കിവിടെ ഒത്തിരി സ്കോട്ടിഷ് ആൾക്കാരെ കാണാം. അവർ ശരിക്കും പറയാം അവർക്ക് വീക്കെൻഡ്സ് ശനി ഞായർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ട്രക്ക് ചെയ്യുക, ക്യാമ്പ് ചെയ്യുക,
അങ്ങനെ എവിടേക്കൊക്കെ ട്രിപ്പ് പോകുക എന്നുള്ളതാണ് ഇവരുടെ മെയിൻ കാര്യം. ഞാൻ കുറച്ച് പതിക്കാണ് വന്നെങ്കിലും എൻ്റെ കൂടെ ഉള്ളവർ ഓൾറെഡി ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ദേ ഈ മല, അതുകൊണ്ട് ഇവിടെ കാണുന്ന ഈ മല അവിടം വരെ നമുക്ക് എത്താറുണ്ട്. അതിൻ്റെ ടോപ്പിൽ കുറച്ച് ആൾക്കാർ കുഞ്ഞായിട്ട് നമുക്ക് നിൽക്കുന്നത് കാണാൻ സാധിക്കും. അവിടെ വരെ നമുക്ക് കയറാനുള്ളതാണ് ഗൈസ്. ഇവിടെയാണ് നമ്മൾ എത്തേണ്ടത്. ഇവിടെ വീണ്ടും കുറച്ച് മഴ തുടങ്ങി. അപ്പം വീണ്ടും ഞാൻ ജാക്കറ്റ് എടുത്തിട്ടു. ചെറുതായിട്ടുള്ളൊരു മഴ ഉണ്ട് കേട്ടോ. One eternity later. നമ്മൾ ഇറങ്ങുവാണ് ഗൈസ്, തിരിച്ചിറങ്ങുവാണ്. ഇറ്റ് വാസ് എ ഗുഡ് വർക്ക്. പക്ഷേ എനിക്ക് തോന്നുന്നു കയറുന്നതിനെക്കാട്ടിലും ഭയങ്കര സൂക്ഷിച്ചിറങ്ങണം. കാരണം മഴയും കൂടെ പെയ്യുകൊണ്ട് ഭയങ്കര സ്ലിപ്പറി ആയിട്ട് കിടക്കുവാണ്. നമ്മൾ ഭയങ്കര സൂക്ഷിച്ചുകൊണ്ട് ഇറങ്ങാനായിട്ട്. ഓക്കെ, നമുക്ക് താഴേക്ക് പോവാം. അങ്ങനെ ഫൈനലി നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ് ഗൈസ്. തിരിച്ച് വണ്ടിയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ശരിക്കും മടുത്തു, വേർത്തു. എനിവേ നമ്മൾ തിരിച്ചെത്തി, തിരിച്ച് വണ്ടിയുടെ അടുത്തെത്തി. ഓക്കെ, സോ ബ്യൂട്ടിഫുൾ. ക്യാമ്പിംഗ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ ഉള്ളൊരു വ്യൂ ആണ്. ഐ ക്യാൻ ലിറ്ററലി സീ സോ ഗുഡ്. ആക്ച്വലി നമ്മൾ ഇടയ്ക്ക് ഇറങ്ങി കണ്ടില്ല ലോക് വെനാക്കർ, അതിൻ്റെ തന്നെ ഒരു പോർഷനാണ് നമ്മൾ ബെന്നാൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കണ്ടത്. അപ്പം പിന്നെ നമ്മൾ നേരെ തിരിച്ച് വണ്ടിയിലേക്ക് കയറി. നമ്മൾ തിരിച്ച് കാറിൽ വന്നു. ഹൗ വാസ് ദ വാക്ക്? ഓക്കെ, സോ നമ്മൾ ഇന്ന് വൈകുന്നേരം ക്യാമ്പ് ചെയ്യാനാണ് പ്ലാൻ. സോ നമ്മൾ ക്യാമ്പിംഗ് സ്പോട്ട് ആക്ച്വലി കണ്ടുപിടിച്ചിട്ടില്ല. നമ്മൾ ഫിക്സ് ചെയ്തിട്ട് നമ്മൾ ആ സ്ഥലത്തേക്ക് പോകും. ഓക്കെ, നമ്മൾ ക്യാമ്പിംഗ് ചെയ്യാനുള്ള സ്ഥലത്തേക്ക് പോവാണ്. അപ്പം നമുക്ക് വിശന്നിട്ട് മേല. സോ ഞങ്ങളൊരു പിസ്സ കഴിക്കാൻ വിചാരിച്ചു. തൽക്കാലത്തേക്ക് ഒരു പിസ്സ കഴിക്കാൻ വിചാരിച്ചു നമ്മൾ ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയ്യോ, എനിക്കറിഞ്ഞൂടാ ആക്ച്വലി. എന്തായാലും ഇത് കഴിച്ചിട്ട് വേണം നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നത്. നമ്മളിന്ന് രാത്രി ക്യാമ്പ് ചെയ്യാൻ പോവാണ്. പുളി ശരിക്കും നമ്മളിപ്പോൾ അവിടെ നിന്ന് വന്നിട്ട് ഇപ്പം നമ്മൾ പാരഡൈസ് പൂൾസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇത് ആക്ച്വലി കുറച്ച് ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടുള്ള ഒരു പൂളാണ്. നാച്ചുറൽ പൂളാണ് ആക്ച്വലി. അപ്പോൾ നമുക്ക് അവിടെ വേണമെങ്കിൽ കുളിക്കാം. അങ്ങനെ ഇപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ ഇത് കുളിച്ച് തലയിലൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ പോകുന്നു കണ്ടു. ആക്ച്വലി ഒരു നാച്ചുറലായിട്ട് ഉള്ള ഒരു പൂളാണ്. സോ പ്ലീസ് ഫോളോ ദ ആരോസ് ടു പാരഡൈസ് പൂൾ. സോ നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. Let's go and see what's there.
എനിക്ക് സൈഡാ ഗൈസ്, അപ്പോൾ നമ്മൾ പൂളിൻ്റെ അവിടേക്ക് എത്തി. ആക്ച്വലി യു ക്യാൻ ലിറ്ററലി സീ ഇറ്റ്സ് ഡൗൺ ദെയർ. നമ്മൾ ആക്ച്വലി ക്യാമ്പ് ഇവിടെ മീൻസ് ടെൻറ്റ് ഇവിടെ സെറ്റ് ചെയ്യാനാണ് നമ്മുടെ പ്ലാൻ. ഓക്കെ. Oh, this is really nice, right? ഞാൻ പറഞ്ഞതുപോലെ ആദ്യം നമ്മൾ കുളിച്ച ആ ഒരു പൂളിൻ്റെ തീരത്ത് തന്നെ നമുക്ക് ക്യാമ്പ് ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷെ അവിടുത്തെ വ്യൂ ഒക്കെ കുറച്ചും കൂടെ ഒന്ന് നല്ല വ്യൂ കിട്ടാനായിട്ട് ഞങ്ങൾ തൊട്ടടുത്ത് തന്നെ ഒരു റിസർവോയറിനോട് ചേർത്തത് ആക്ച്വലി സ്റ്റേർലിംഗിലെ ബ്ലെയർ ലോഗി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഞങ്ങൾ ക്യാമ്പ് ചെയ്യാൻ തീരുമാനിച്ചു. പിന്നെ സ്കോട്ട്ലൻഡിൽ വൈൽഡ് ക്യാമ്പിങ് ആക്ച്വലി അലൗഡ് ആയതുകൊണ്ട് നല്ല വ്യൂ കിട്ടുന്ന നല്ല സ്ഥലം നോക്കി നമ്മൾ ക്യാമ്പ് ചെയ്യുക. കാണാൻ പറ്റുന്നുണ്ട്. നല്ലതാ. എന്നാ കൂട്ടാതെ പോകുന്നുണ്ട്. നിനക്ക് എന്താണ് സോസേജ്? ഹായ് ഗൈസ്, നമ്മൾ ഉറങ്ങാൻ പോവാണപ്പം. മോർണിംഗ് ഗൈസ്. അപ്പോൾ നമ്മൾ എണീറ്റു. ഇപ്പോൾ സമയം ഏകദേശം 8 മണിയായി. കിടന്നപ്പോൾ നല്ല തണുപ്പായിരുന്നു ആക്ച്വലി. ഇപ്പോൾ ഭയങ്കര ചൂടെടുക്കുന്നു. നമുക്കിനി ടെൻറ്റിൻ്റെ വെളിയിലേക്ക് പോവാം. ഓക്കെ ഗൈസ്, നമുക്ക് നോക്കാം. വാവ്, ഗുഡ് മോർണിംഗ് ഗൈസ്. Wow! This is really beautiful, guys. അങ്ങ് അവിടെ ആയിട്ടൊരു റിസർവോയറുണ്ട്. ആക്ച്വലി നമ്മൾ പതുക്കെ അവിടെ ക്യാമ്പ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. എനിക്ക് അവിടെ വലിയ അധികം വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആക്ച്വലി നല്ല വ്യൂ കിട്ടാനായിരുന്നു ഈ മലയുടെ മേലാണ് നമ്മൾ ക്യാമ്പ് ചെയ്യുന്നത്. അവിടെ ആണെങ്കിൽ ആ കുഴി ടിപ്പിലായതുകൊണ്ട് വ്യൂ കുറവായതുകൊണ്ട് എനിവേ നമ്മളിനി ഇവിടുന്ന് ഇപ്പോൾ സമയം 8 മണിയൊക്കെ നമ്മളെപ്പം ഇവിടുന്ന് ഇതെല്ലാം അഴിച്ച് നമ്മൾ തിരിച്ച് വണ്ടിയിലേക്ക് പോകാനായിട്ടുള്ള പ്ലാനിലാണ്. എനിവേ ഇറ്റ് വാസ് എ റിയലി ഗുഡ് സ്ലീപ്പ് ആൻഡ് നല്ല ക്യാമ്പിംഗ് ആയിരുന്നു അല്ലേ? നല്ലതായിരുന്നു. വെരി ഗുഡ്. ഗൈസ്, ഇതായിരുന്നു നമ്മുടെ 2 ടെൻറ്റ്. ഈ 2 ടെൻറ്റും നമ്മളിപ്പോൾ പൊളിക്കാൻ പോവുകയാണ്. ഓക്കെ സാൻഡ്ര, എങ്ങനെയുണ്ടായിരുന്നു? ജസ്റ്റ് എക്സ്പ്ലെയിൻ.
നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യം കുറച്ച് തണുപ്പൊക്കെ ഉണ്ടായിരുന്നു രാത്രി കിടക്കാൻ നേരം, പക്ഷേ രാവിലെ കുഴപ്പമൊന്നുമില്ല. റിയലി നൈസ് വ്യൂ, വെരി ഗുഡ്. ഓക്കെ, മറിയ എങ്ങനെയുണ്ടായിരുന്നു? എൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് was really good. ഓക്കെ, I really enjoyed. We'll definitely come and be going to camp and more. ഓക്കെ ഓക്കെ. അശ്വിൻ ദാസ് എങ്ങനെയുണ്ടായിരുന്നു? That was good. It was nice. Okay. Did you slept well and enjoyed? Yeah. Okay. Yeah. എങ്ങനെയുണ്ടായിരുന്നു? ചോട്ടു പറ. How was it? Do you enjoy? അടിപൊളിയായിരുന്നു. Okay. ഈ വീഡിയോയുടെ ഔട്ട്ഡോർ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഫോണിൻ്റെ ചാർജ് തീർന്ന് ഓഫായി പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളും ഇതുപോലെ വൺസ് ഇൻ എ വൈൽ നമുക്ക് നമ്മുടെ ജോലിയിൽ നിന്നൊക്കെ മാറി നിന്ന് ഫ്രണ്ട്സിൻ്റെ കൂടെയോ ഫാമിലിയുടെ കൂടെയോ ഒക്കെ ട്രിപ്പ് പോകാനൊക്കെ നോക്കുക. എൻജോയ് യുവർ ലൈഫ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.